Hi dears, welcome back to our channel Arus Mom. ഇന്ന് നമ്മൾ ഒരു മഗ് പ്ലാന്റർ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോന്റെ സ്റ്റാർട്ടിംഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണെന്നൊക്കെ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അത് നമ്മൾ യൂസ് ചെയ്യാത്ത ചെറിയ മഗ്ഗൊക്കെ ഉണ്ടാവും വെറുതെ ഇരിപ്പുള്ളത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു പ്ലാന്റർ ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ മഗ്ഗിൽ വളർത്തി നമ്മുടെ ഇൻഡോർ ഗാർഡൻ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഇത് ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന ഒരു മഗ്ഗാണ്. ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ചതായിരുന്നു. ഇങ്ങനെയുള്ള മഗ്ഗൊക്കെ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലാന്റർ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ മഗ്ഗൊക്കെ എടുക്കുമ്പോഴുള്ളൊരു പ്രത്യേകത, ഇതിനകത്ത് ഡ്രെയിനേജ് ഹോൾസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളം വരുന്നതൊക്കെ ഇതിൻ്റെ അടിയിൽ തങ്ങി നിൽക്കും. നമ്മൾ മഗ് പ്ലാന്റർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ്, പിന്നെ ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ സ്റ്റോർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് റെഡിയാക്കുമ്പോൾ, ഈ മഗ് പ്ലാന്റർ റെഡിയാക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് കല്ലുകൾ പാകി കൊടുക്കണം. ഇതേപോലെയുള്ള ചെറിയ കല്ലുകൾ കിട്ടും നമുക്ക്, കരിങ്കല്ലുകളോ അല്ലെങ്കിൽ നമ്മൾ പുഴയിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് കിട്ടും. അങ്ങനെയുള്ള ചെറിയ കല്ലുകൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിറച്ച് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇങ്ങനത്തെ കല്ലുകൾ സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കല്ലുകൾ നിറയ്ക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ച് എക്സ്ട്രാ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടീൻ്റെ അടിഭാഗത്ത്, ഈ പ്ലാന്ററിൻ്റെ അടിഭാഗത്ത് അത് തങ്ങി നിന്നോളും. പിന്നെ നമ്മുടെ ചെടിക്ക് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ആ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്തോളൂ. ഇതിപ്പോൾ ഞാനൊരു 1/4 ഭാഗത്തോളം കല്ലുകൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് കോക്കോ പീറ്റും കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടൊരു പോട്ട് മിക്സാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ടൊരു 3/4 ഭാഗത്തോളം നമുക്കത് നിറച്ച് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ചെടി നട്ടു കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണി പ്ലാന്റ് ആണ്. ഇതേപോലെയുള്ള മഗ് പ്ലാന്റേഴ്സിൽ നമ്മൾ ചെടികൾ നടുമ്പോൾ അതിലോട്ട് സെലക്ട് ചെയ്യുന്ന ചെടികൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരുപാട് വളർന്നു പോകുന്ന ചെടികൾ നമ്മൾ മഗ് പ്ലാന്ററിൽ നടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് വേരോട്ടമൊന്നും ഇല്ലാത്ത ചെടികൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ ലക്കി ബാമ്പു, മണി പ്ലാന്റ്, അതുപോലെ തന്നെ സക്കുലൻസ്, അങ്ങനെയുള്ള ചെടികൾ നമ്മൾ ഈ മഗ് പ്ലാന്റിലോട്ട് സെലക്ട് ചെയ്യുക. കുറച്ച് വളരുന്ന നിറയെ പൂക്കളൊക്കെ ഇടുന്ന ടൈപ്പ് ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്ന് കറക്റ്റായിട്ട് പ്രോണിങ് നടത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്ലാന്ററിന്